ഒരു 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് 2 പ്രാവശ്യം കഴുകിയെടുക്കണം. എന്നിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിൽ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി നേരിയ പീസാക്കിയിട്ട് നീളത്തിൽ കട്ടാക്കിയത് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കിയത്, ഇഞ്ചി ചെറിയ പീസാക്കിയത്, വെളുത്തുള്ളി ചെറിയ പീസാക്കിയത്, കുറച്ച് മല്ലിയിലയും, ഒരു 5-6 എല്ലില്ലാത്ത പീസ് ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കണം. എല്ലാം നീളത്തിൽ കട്ടാക്കിയതായിരിക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ആക്കുന്ന ടൈമിന് മാത്രമേ കടലമാവ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലൂസായി പോകും. കടലമാവ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉരുളക്കിഴങ്ങിനും അതുപോലെ തന്നെ ഉള്ളിക്കുമാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. മൊത്തത്തിൽ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി നമുക്ക് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസി സ്നാക്സുമാണ്. ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ആയതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഉണ്ടാക്കി വെച്ചിട്ട് ആ ടൈമിന് കടലമാവ് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. നല്ല ക്രിസ്പിയാണ്.